നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാസമിറോയുടെ ഗീവ് അവേ അത് കൃത്യമായിട്ട് മുതലെടുത്തു മുഹമ്മദ് സലായും അതുപോലെ ലൂയിസ് ഡയസും. അങ്ങനെ 3-0 ഓൾഡ് ട്രാഫോർഡിലിട്ട് ലിവർപൂളിൽ ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തീർത്തിരിക്കുകയാണ്. ലൂയിസ് ഡയസിന്റെ 2 ഗോളുകൾ, പിന്നെ സലായുടെ 1 ഗോള്. ലൂയിസ് ഡയസിന്റെ 2 ഗോളുകൾക്കും സലായുടെ അസിസ്റ്റ് ആണ്. അതങ്ങനെ പറഞ്ഞാൽ പോരാ. കാസമിറോയുടെ എറർ, സലായുടെ അസിസ്റ്റ്, ലൂയിസ് ഡയസിന്റെ ഗോള്. കാസമിറോയുടെ എറർ, സലായുടെ അസിസ്റ്റ്, ലൂയിസ് ഡയസിന്റെ ഗോള്. ഇതാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ മൈനോയുടെ എറർ അത് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ സല ഗോളടിക്കുന്നു. ഇങ്ങനെയാണ് 3-0 എന്ന രൂപത്തിലേക്ക് കളി എത്തുന്നത്. എന്തായാലും ടെൻ ഹാഗിന്റെ കുട്ടികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമാണിത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സിറിക്സിയും റാഷ്ഫോർഡും ബ്രൂണോ ഫെർണാണ്ടസും അലയാൻഡ്രോ ഗർനാച്ചോയും ഒക്കെ ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് ജോട്ടയും ലൂയിസ് ഡയസും സബോസ്ലയും മോസലയും ഒക്കെ ചേർന്നുകൊണ്ട് ലിവർപൂളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 35-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ സലയുടെ അസിസ്റ്റിൽ നിന്ന് ലൂയിസ് ഡയസ് കണ്ടെത്തുന്നത്. 42-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് 2ാമത്തെ ഗോളും വന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ലിവർപൂൾ മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ 56-ാമത്തെ മിനിറ്റിലാണ് മോസലയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ ലിവർപൂൾ സ്വന്തമാക്കിയായിരുന്നു. കളിച്ച 3 കളികളും ഇപ്പോൾ ലിവർപൂൾ വിജയിച്ചിട്ടുണ്ട്. 9 പോയിന്റായി. അവരും സിറ്റിയും മാത്രമാണ് കളിച്ച എല്ലാ കളികളും വിജയിച്ച് ഇപ്പോൾ നിൽക്കുന്നത്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം അത്ര മികച്ചതല്ല, പരിതാപകരമാണ്. 3 കളികളിൽ നിന്ന് 1 വിജയം, 2 തോൽവി, 3 പോയിന്റുമായിട്ട് ഇപ്പോൾ ടെൻ ഹാഗിന്റെ ടീം നിൽക്കുന്നത് 14-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.